ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഹരം കൊള്ളു അല്ലേ? വാഴ പിന്നല്ല. ഫസ്റ്റ് ടീമിനെ നമുക്ക് പരിചയപ്പെടാം. ഡ്രാഗൺ ബോയ്സ്. ഡ്രാഗൺ ബോയ്സ്. കൊള്ളസംഘം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെഡി? എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. എന്താണ്? 5 സെക്കൻഡ്. ബുദ്ധി ഉപയോഗിച്ച് സമയം കളയുന്നില്ല. ബുദ്ധി ഉപയോഗിച്ചാൽ മതി. ഓക്കെ ഗൈസ്, കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. കുറച്ച് ബുദ്ധിയൊക്കെ ശംഭുവിനുണ്ട്. ഇപ്പം വാഴയാണല്ലോ സിനിമയുടെ പേര്. അപ്പൊ അത് വെച്ച് റിലേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 6 പേര് 6 വാഴ വെച്ചിട്ടുള്ള സ്ഥലപ്പേരുകൾ പറയട്ടെ. വാഴയോരം. മഴയില പറയണം. വാഴയില പൊതി തിന്നുന്നത്. മഴയില ട്രിവാൻഡ്രത്തുള്ള വാഴയിലാണെന്ന് ട്രിവാൻഡ്രത്ത്. വാഴയില. വാഴക്കുഴി. വാഴക്കുഴി അതുണ്ടോ? അടുത്തേക്ക് വെച്ചു. എരിശ്ശേരി മുല്ലശ്ശേരി കേട്ടില്ലേ? അത് ഏത് സ്ഥലം? എരിശ്ശേരി. 2 രൂപയ്ക്ക് മുട്ട വാങ്ങിച്ച് 1 രൂപയ്ക്ക് വിറ്റു. അല്ലളിയാ. എന്താ ലോജിക്കലി പറ. അന്ന് 2 രൂപയ്ക്ക് വാങ്ങിച്ച് 1 രൂപ. എത്ര മുട്ട മേടിച്ചു നിങ്ങൾ പറഞ്ഞില്ല? ഞാൻ പറഞ്ഞ അയാൾ 2 ലക്ഷം മുട്ട മേടിച്ചു തന്നു. ഹലോ ഹാഷിരേ മോനെ. കല്യാണ പന്തലുകളിൽ വാഴ കെട്ടിവെക്കുന്നത് എന്തിനായിരുന്നു? ജെട്ടി മേനക. അത് മാത്രമേ തരാൻ പറ്റുള്ളൂ. ജെട്ടി മേനക. ഹലോ, യെസ്. അപ്പൊ നമ്മുടെ ജിഞ്ച മീഡിയയുടെ എന്നാ താൻ ബെസ് റെഡി. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ബെസ് റെഡി ഇന്നത്തെ നമ്മുടെ ടീം ആരൊക്കെയാണോ പറഞ്ഞ? യെസ്, ടീം വാഴ. ഏറ്റവും അടുത്ത് റിലീസ് ആകാൻ പോകുന്ന മൂവിയാണ് വാഴ എന്ന് പറയുന്ന മൂവി. മൂവിയുടെ പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഹരം കൊള്ളു അല്ലേ? വാഴ പിന്നല്ല. അപ്പം ആസ് യൂഷ്വൽ 2 ടീമുകളാണ് നമുക്ക് ഇന്നത്തെ ബസ് റെഡിയിൽ ഉള്ളത്. അപ്പം ഫസ്റ്റ് ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബോയ് ആൻഡ് ടീം. പരിചയപ്പെടുത്തൂ. പേര് കിട്ടോ? ഓഹോ, ഡ്രാഗൺ ബോയ്സ്. ഡ്രാഗൺ ബോയ്സിലെ മെമ്പേഴ്സിനെ ഒന്ന് പരിചയപ്പെടുത്തു. സാഫ് ബോയ്, അമിത്. ഭയങ്കര ഫാൻസ് ആണ് അവർക്ക്. കണ്ടിട്ടില്ല? Dragon Boys. Team A, Dragon Boys. And Team B. കൊള്ളസംഘം. ഓക്കെ, പരിചയപ്പെടുത്തു. മീനാക്ഷി. ജോമോൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ആരുടെ ടീം അപർണ ആരുടെ ടീം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മതിപ്പൊന്നുമില്ല. അപ്പൊ ഇതിന്റെ റൂൾസ് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യന് ഏത് ടീമാണോ ആദ്യം ബസർ അടിക്കുന്നത്, ആരാണോ ബസർ അടിക്കുന്നത്, അത് ഏത് ടീമാണോ അത് ആൻസർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ഇത്രയും ബോക്സിൽ ഒരെണ്ണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞങ്ങളതെടുത്ത് അതിനകത്ത് ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് നിങ്ങൾക്ക് തരും. ഫൈനലി ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്നവർക്ക് ഒരു ഗിഫ്റ്റ് അപർണ തരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഓടിക്കോളാം, കുഴപ്പമില്ല. വാഴ എന്ന സിനിമ പറയൂ, എന്താണ്? വാഴ ആഗസ്റ്റ് 15 റിലീസ് ആകാൻ പോവുകയാണ്. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. അതെ, ഗംഭീര സിനിമയാണ്. സീരീസ് എന്നല്ല, ഇത് രണ്ടോടെ ചേർന്നിട്ടുള്ളതാണ്. കോമഡി ഉണ്ട്, കുറച്ചൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ചിരിച്ചോണ്ട് ചിന്തിപ്പിക്കും. നിങ്ങളുടെ ഒരു ബോണ്ടിങ് എങ്ങനെയാണ്? കുറെ കാലമായി തുടങ്ങിയിട്ട്. അതെ അതെ, ഈവൻ ഗുരുവായൂരിനകത്താണെങ്കിൽ ഞങ്ങള് 5 പേര് ഒരുമിച്ചുണ്ട്. ഇതിനകത്ത് ഇപ്പൊ മീനാക്ഷി ഇപ്പം വന്നിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ കുറെ കാലമായിട്ട് ഈ ഒരു ടീമുണ്ട്. ഒരേ ടീമായിട്ട് യാത്ര ചെയ്യുന്ന പോലെ തോന്നല്. അതെ, ബോറടിയത്തില്ല, നമുക്ക് എപ്പോഴും സമയം പോകും. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. പിന്നെ ഈ ടീം നിങ്ങളെയൊക്കെ എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ടും പിന്നെ ഈ ഒരു മൂവി ഭയങ്കരമായിട്ട് എല്ലാവരും എന്താ പറയാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടോ? എല്ലാരും പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നാലും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ചോദിക്കാതിരിക്കാൻ പറ്റില്ല. ചോദ്യം മനസ്സിലായല്ലോ. എടുക്കാൻ എന്ന് ചോദിച്ചാലോ?
ജീവനെ കണ്ടപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കര ചിരിച്ച് ആ കട്ടക്ക എന്ത് വൈറലാണല്ലേ ഒരു പിക്കപ്പ് ലൈൻ ഉണ്ടോ എടുക്കാനെന്ന് ചോദിച്ചത്. അല്ല ഞങ്ങളുടെ ടീം പണ്ടേ പൊളിയാ. ഞങ്ങളുടെ ടീം അത്ര മോശമൊന്നും അല്ല. നമ്മുടെ കൂട്ടത്തിൽ പരിപാടി തുടങ്ങണല്ലേ ഉള്ളൂ. റെഡി? അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ റെഡി? ആദ്യത്തെ ക്വസ്റ്റ്യൻ അപ്പൊ സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ വേണം വേണ്ട തുടങ്ങിക്കോ. നമ്മുടെ ടീം ഞാൻ പറയുന്നേക്ക് ചോദ്യം ചോദിച്ച് കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ മാത്രം പടയെന്ന് ബസർ മൂന്ന് പേരും കൈവച്ചോളൂ. നമ്മൾ ജയിക്കണം. എനിക്ക് അതേ ഉള്ളൂ. അറിയാതെ അടിച്ചു എന്തി അറിയാതെ അടിച്ചു പോയി കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ തന്നെ ഉത്തരം പറയണം. ആ പറഞ്ഞ തെറ്റാണെങ്കിൽ പിന്നെ ഇവർക്കായിരിക്കും. പിന്നെ ഒരു ലൈഫ് ഫോൺ എ ഫ്രണ്ട് അത് ഒരൊറ്റ വട്ടം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 അച്ഛന്മാരും 2 മകനും കൂടി ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഓക്കെ, പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കിയപ്പോ ആ കാറിനകത്ത് ആകെ 3 പേര് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ? അച്ഛൻ, മുത്തച്ഛൻ, മോൻ. Yes! Right answer. ഒരു കൈ. അത് മനസ്സിലായില്ല. അല്ല, ക്ലാരിറ്റി വേണം. എന്താണ് ക്ലാരിറ്റി വേണം? അപ്പൂപ്പൻ, മോൻ, കൊച്ചുമകൻ. കറക്റ്റാണ്. ശരിയാണ്. 2 അച്ഛന്മാർ ഇങ്ങനെ ചിന്തിക്കണം നമ്മള്. വെറുതെ ബുദ്ധി ഉപയോഗിച്ച് സമയം കളയരുത്. വല്ല കുബുദ്ധി ഉപയോഗിച്ചാൽ മതി. അല്ല നമുക്ക് ഏത് വേണം എടുക്കാൻ പറയൂ. 10. അപ്പൊ ഞങ്ങളുടെ ടീം 10 ആണ്. അതിൽ എന്തുണ്ടാകും എന്ന് നോക്കാം. ഞാനല്ലോ പറഞ്ഞു. മീനാക്ഷി പറഞ്ഞു ഇത് മനപ്പൂർവ്വം. ചിലപ്പോ പൂജ്യമാണെങ്കിൽ എന്താവും? ഇത്രയും വലിയ കോമഡി ഇനി ഈ എപ്പിസോഡിൽ ഉണ്ടാവാനില്ല. ഭയങ്കര ഉത്തരമൊക്കെ പറഞ്ഞാണ്. അതെ അതെ അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവനെ അളയ സെറ്റ് കേട്ടോ. എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. എന്താണ്? എപ്പോഴും വരുന്നു. 5 സെക്കൻഡ്. 3. എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. അങ്ങനെ പറയാതെ ഇത് അടിച്ചിട്ട് വേണം പറയാൻ. എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. അതായത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. എല്ലാ ദിവസവും ഇത് യൂസ് ചെയ്യും ഈ വേർഡ് അല്ലേ? എല്ലാ ദിവസവും യൂസ് ചെയ്യും. ശരിയാണ്. ഒരു ദിവസം ഉണ്ടാവില്ല ആ വാക്ക് ഉപയോഗിക്കാതെ. ഉറപ്പായിട്ടും ഷുവറാണ്. പക്ഷെ അത് എപ്പോഴും വരും പക്ഷെ എത്തുന്നില്ല. വി കാൺ ബി ദേർ. അതാണ് സംഭവം. കുറച്ചുകൂടെ വന്നാ ഉത്തരവും വരും. ഹലോ, മലയാളം ഇവിടെ മനുഷ്യർ നടക്കുന്നത് അവരെ ഹെൽപ്പ് ചെയ്യണല്ലേ. ചെയ്തോളൂ, കുഴപ്പമില്ല. എല്ലാ ദിവസവും ഞാൻ പറയാം. എല്ലാ ദിവസവും നമ്മൾ ഇത് പറയും. നമുക്ക് തന്നെ തോന്നുന്ന എന്തൊരു തോന്നലാണ് അല്ലല്ലേ? ഇതൊരു ലോജിക്കൽ സാധനമാണ്. ഒരു ക്ലൂ പറയാം. ബസറ കൈവച്ചോണം. ഇതിന് ഒരു കാര്യമായിട്ട് ഞാൻ റിലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ടൈം എന്നുള്ളൊരു സംഭവമായിട്ട്. അത് ഇത്ര നേരം കഴിഞ്ഞു. 5 സെക്കൻഡ് അല്ല, ഇനി ആർക്കും ബസർ അടിക്കും. കാരണം ബസർ അടിച്ച് 10 സെക്കൻഡ് കഴിഞ്ഞു. ആർക്കും ബസർ അടിക്കാം. എന്തോ വലിയ ക്ലൂ ആണെന്നാ പറയുന്നത്. പറയട്ടെ. ഒരു ഇത് അടിപൊളി ക്ലൂ ആണ്. ആവട്ടെ പക്ഷെ എത്തുന്നില്ല. ആവട്ടെ മെടുക്കണ എന്താവട്ടെ നന്നായി ഉത്തരം പറയുകയാണ്. ചോദ്യം തന്നെ എപ്പോഴും വരുന്നു പക്ഷെ ഒരിക്കലും അങ്ങ് എത്തുന്നില്ല. എപ്പോഴും വരും നമ്മുടെ ലൈഫിൽ. അത് എപ്പോഴും വരും. അതിനെപ്പറ്റി എല്ലാ ദിവസവും പറയും. ആവട്ടെ എന്നൊക്കെ പറയും. ആൻസർ എന്ന് പറഞ്ഞാൽ നാളെ ആവട്ടെ. നാളെ അല്ലേ? പക്ഷെ നാളെ വരുമല്ലോ. നാളെ അപ്പൊ ഇന്നായില്ലേ? കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. കുറച്ച് പുതിയൊക്കെ ശമ്പൂനുണ്ട്. മനസ്സിലായില്ലേ?
ചെയ്യാനാ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇപ്പം വാഴയാണല്ലോ സിനിമയുടെ പേര്. അപ്പൊ അത് വെച്ച് റിലേറ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് എന്തെങ്കിലും. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. 6 പേര് 6 വാഴ വെച്ചിട്ടുള്ള സ്ഥലപ്പേരുകൾ പറയട്ടെ. ഇതുകൊണ്ട് പോയിന്റ് ഒന്നും ഇല്ല കേട്ടോ. ചുമ്മാ ടാസ്ക് മാത്രം. വാഴക്കാല വാഴക്കാല ഇവിടെ ഇവിടെ വാഴക്കാല വാഴക്കാല, വാഴക്കാട്, വാഴക്കാട്, വടക്കാഞ്ചേരി വാഴ വെച്ചിട്ട് വടക്കാഞ്ചേരി. അതില് അവിടെ വാഴ ഇതെല്ലാം ടെക്നിക്കാ, മനഃപൂർവ്വം തെറ്റിച്ച് പറഞ്ഞിട്ട് റീലൊക്കെ നമ്മുടെ ടീം ഒരു ടീം ഒരെണ്ണം പറഞ്ഞാൽ പോലെ. വഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടോ? മാക്സിമം പറ. വാഴക്കാട്, വാഴത്തോപ്പ്, എവിടെയൊക്കെ വാഴശ്ശേരി, വാഴയോരം വാഴയോരം. ഇത് രണ്ട് ടീമിനും പോയിന്റ് ഇല്ല. 6 പേരല്ലേ പറയാൻ പറഞ്ഞുള്ളൂ. വഴയില പറയടാ. വാഴയില പൊതി തിന്നുന്നത്. വഴയില ട്രിവാൻഡ്രത്തുള്ള വഴയിലാണെന്ന് ട്രിവാൻഡ്രത്ത് വഴയില. അപ്പൊ ഞങ്ങള് 3 എണ്ണം പറഞ്ഞു. നമ്മള് പറഞ്ഞു, നിങ്ങളാണ് പറയുന്നത്. അളിയെ കുഴപ്പമില്ല, സാഫ് ബോയ് പോയിന്റ് ഇല്ല ഇതിന്. അല്ല, ഒരെണ്ണം പറഞ്ഞ സാഫ് പോയി ആയിരുന്നു. വാഴക്കാല കറക്റ്റാ. വാഴക്കുഴി 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 അതുണ്ടോ? നമുക്കറിയാം. കീരുകുഴി വാഴക്കുഴി എത്ര 4ആയി. ഇനി 2 എണ്ണം കൂടെ. 2 കൂടെ പറഞ്ഞില്ല ഞങ്ങള് പറയും. സിഎ മമിത്തുവാണോ ഒന്നും പറയാം. ബാക്കി 4 പേര്. അപ്പൊ ഞങ്ങൾക്ക് ടാസ്ക് കൊടുക്കണം. ഓക്കെ ഞങ്ങൾക്ക് ടാസ്ക് കൊടുക്കണം. ഇല്ല, അത് വിടില്ല, അത് വിടില്ല. അത് അടുത്തേല് വെച്ചോ. വാഴശ്ശേരി. എരിശ്ശേരി മുല്ലശ്ശേരി ഇവിടെ കേട്ടില്ല അളിയാ. അത് ഇതൊക്കെ ബാലുശ്ശേരി. ഏത് സ്ഥലം? ബാലുശ്ശേരി അല്ല, എരിശ്ശേരി. പോണം. വാഴമുക്ക്, 6 ഇല്ല ഇല്ല. ഞാൻ പറയാം. വാഴക്കുളം, വാഴത്തോപ്പ്, വാഴച്ചാല്, വാഴത്തോപ്പ്, വാഴത്തോട്ടം. വാഴത്തോപ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ വിചാരിച്ചു ശരി, അല്ലേ വാഴത്തോട്ടം എന്ന് പറഞ്ഞാൽ വാഴത്തോട്ടം. വാഴത്തോപ്പ് ഞാൻ പറഞ്ഞു കേട്ടോ, സത്യം പറഞ്ഞു. പറഞ്ഞല്ലേ? സത്യം പറഞ്ഞു. ഓക്കെ അളിയ. ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പൊ നിങ്ങൾക്ക് വാഴയെ കുറിച്ച് നല്ല നോളജ് ഉണ്ട്. യെസ്. ഇനി അടുത്ത ചോദ്യമാണ്. കറക്റ്റ് വാഴ. അടുത്ത ചോദ്യം Yes, അപർണ ഷൂട്ട്. എങ്ങനെ വേണം? കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻ വേണോ, കുറച്ച് സീരിയസ് ക്വസ്റ്റ്യൻ വേണോ? എന്തിനാ എല്ലാം ഉണ്ട്, ഇതിനകത്ത്? അറിയോ? ശംഭുവിന്റെ ബുദ്ധിയുടെ ലെവലിൽ വെച്ച് ചോദിക്കാം അല്ലേ? ഓക്കെ ഷൂട്ട്. ഇതൊരു ടാസ്ക് കണ്ടായിട്ട് പറയണം കേട്ടോ ഉത്തരം. നാണം കെടുത്തരുത്, നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഒരാൾ ഒരു മുട്ട ബിസിനസ് തുടങ്ങി. അയാള് 2 രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചിട്ട്, അളിയ ഞാൻ മുട്ട ബിസിനസ് ചെയ്തു. നിന്റെ ബുദ്ധിന്നേ പറഞ്ഞുള്ളൂ, ബിസിനസ് അല്ല പറഞ്ഞു. 2 രൂപയ്ക്ക് മുട്ട വാങ്ങിച്ച് 1 രൂപയ്ക്ക് വിറ്റു. പക്ഷെ അയാള് മാസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷപ്രഭുവായി. എങ്ങനെ? ഉം. അല്ല. അയ്യോ, ഫോണെ ഫ്രണ്ട് വേണോ? ഇതെന്ത് വേണ്ട, തെറ്റിയാ പറയാം. നമുക്ക് ഇനിയും പറയാം. അവന്മാര് ഇതുവരെ പറയാൻ ഒന്നും പറയാൻ പറ്റില്ല. ഇനി അവര് പറഞ്ഞിട്ട് പറയാം. One more question കൂടെ. ഇനി അവര് പറഞ്ഞിട്ട് പറയാം. ഒരാള് ഒരു ക്ലൂ ഞാൻ തരാം. ആ. ആ വ്യക്തിയുടെ ആ വ്യക്തിക്ക് ആക്ച്വലി ഒരു നെഗറ്റീവ് ഹാപ്പൻ ചെയ്യുമെന്ന് ആലോചിക്കുക, എന്നിട്ട് കണ്ടുപിടിക്കുക. ഇനി ഞാൻ പറയാം. എങ്ങനെ ക്ലൂ എങ്ങനെ? യെസ് യെസ്, ആ അതാണ്. അയാള് 2 ലക്ഷം മുട്ട മേടിച്ചപ്പോരെ? 2 ലക്ഷമല്ല പറഞ്ഞത് കേട്ടോ. ലക്ഷപ്രഭുവായി. പക്ഷെ പ്രഭുവായ അപ്പൊ പകുതി വെക്കുമ്പോ 1 ലക്ഷം രൂപ കിട്ടത്തില്ല. അല്ലളിയാ. എന്താ ലോജിക്കലി പറ, അന്നാ ഈ പറഞ്ഞു. 2 രൂപയ്ക്ക് വാങ്ങിച്ച 1 രൂപ. എത്ര മുട്ട മേടിച്ചു നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ പറയുന്ന അയാൾ 2 ലക്ഷം മുട്ട മേടിച്ചു തന്നു. അത് അപ്പൊ അയാള് logic. 2 ലക്ഷം രൂപ മുട്ടയ്ക്ക് 2 ലക്ഷം രൂപ. ആ ലോജിക്ക് നമുക്ക് അറിയാം. അപ്പൊ 4 ലക്ഷം രൂപ. അപ്പൊ അതിന്റെ പകുതി ആകുമ്പോ 2 ലക്ഷം രൂപയായി. നീ കൂടുതൽ സംസാരിക്കില്ല. ചോദ്യമാണ്. പ്ലീസ്, ഒരു മുട്ടയ്ക്ക് അല്ല ആൻസർ ഇപ്പൊ ഇവര് പറഞ്ഞല്ലേ? അത് നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്തു. തെറ്റ് ആൻസർ ആണ്. ഇനി നിങ്ങൾക്ക് ഇനി പറയാം. ഇനി പറയാൻ പറ്റും. ആ, പറയാൻ പറ്റും. ഞാൻ പറയാം. ഇവര് പാസ് ചെയ്ത പറയാം. പാസ് ചെയ്താ പറയാം. ഇപ്പൊ പറയരുത്. എടാ പാസ് ചെയ്യടാ. എടാ പാസ് ചെയ്യടാ. പാസ് ചെയ്യടാ. അല്ല 10 സെക്കൻഡ് എടാ, നിങ്ങൾക്ക് കിട്ടില്ല. അയാളുടെ ബുദ്ധിയില്ല നിങ്ങൾക്ക്. കിട്ടൂല. എടാ, നിങ്ങൾക്ക് അതിനുള്ള ബുദ്ധിയില്ല. 5 ആ, 6 കഴിവില്ലാത്തോണ്ട്. 7 ആ, ആ, 8 ആ, 9 ഈസി എക്സാമിന് അയാള് കോടീശ്വരനല്ല. ഞാൻ എന്തിനു അയാള് കോടീശ്വരനായിരുന്നു. അയാള് ലക്ഷപ്രഭു പോയി. ഞാനൊന്ന് പറയാം. കോടീശ്വരനായിരുന്നു. പിന്നെ കോടീശ്വരന്മാരും മുട്ട കച്ചവടമാണ്. ഏയ് സുഹൃത്തെ, ഞാൻ 9 രൂപയ്ക്ക് മുട്ട വെച്ചിട്ടുണ്ട്. നീ എന്നോട് സംസാരിക്കുന്നു. ടീം നമുക്ക് ഒരു പോയിന്റ് ആയിട്ടില്ലേ? ഒരു പെട്ടി പോലും കിട്ടിയിട്ടില്ല. ജോൺ പറ. 7 അളിയ കറക്റ്റ് ആണോ? കറക്റ്റ് ആയിരിക്കണേ. 500 അടിക്കുവോ? 7 എടാ മോനെ ഇവാനെ ശ്രദ്ധിക്കണ്ടേ? 700. അക്കൗണ്ട് തുറന്നല്ലോ. സോ ഞങ്ങളുടെ ടീം എന്ന് പറയുന്നത് കൊലസംഘമാണ്. അപ്പൊ കൊലസംഘത്തിന് ഇപ്പൊ 700 പോയിന്റ്സ് ഓൺ ബോർഡിൽ കയറിയിരിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ് ബ്രോ. ഓക്കേ, ഓക്കേ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ 700 നിൽക്കുവാണ്. ഞാൻ പറഞ്ഞില്ല, ഇവന്മാര് ബസ്സിലല്ലേ ഇപ്പോഴും. കൂട്ടത്തിൽ നിൽക്കുവാണ്. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഇവന്മാര് ഒരു പോയിന്റ് പോലും എടുക്കത്തില്ല. വളരെ നമുക്കൊന്നും ഈസിയാണ്. നഷ്ടപ്പെടാനില്ല. ഈസി ക്വസ്റ്റ്യൻ ഇപ്പൊ പറയാൻ പോവാണ്. അത് വരെ നിങ്ങൾ
കൂടുതൽ എടുക്കുന്തോറും അത് വലുതാകുന്നത് എന്ത്? ആ എടി ഇവന്റെ ഒരു ആക്രാന്തി. അതെ, എനിക്ക് ചോദ്യം ആലോചിക്കാനുള്ള വഴി എന്താണ് കേട്ടില്ല നിങ്ങൾ കൂടുതൽ എടുക്കുന്നതോറും വലുതായിക്കൊണ്ടിരിക്കുന്ന ആക്രാന്തം 10 കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കുഴി. കറക്റ്റ്. എടാ പോടാ. ഓ മൈ ഗോഡ്. തുളസംഗം. ഏതാണ്? 4. വെല്ല ഐ ഡോണ്ട് നോ. ദൈവമേ, ഇതിലൊരു എനിക്ക് തോന്നുന്നു ഒരു 10,000 പോയിന്റ് കിട്ടും. പാളി. 300. അഭിനയിക്കാൻ അറിയോ? ആ ഏയ്. അമ്മ ഇടയ്ക്കാണ് പോണത്. നമുക്ക് വേണമെങ്കിൽ ഓർമ്മത്തിൽ പിടിച്ചൊക്കെ എടുക്കാം. അതെ അമ്മ 2,000 അടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വാഴ സിനിമ ആയതുകൊണ്ട് വാഴയുമായി ബന്ധപ്പെട്ട ഒരു കുസൃതി ചോദ്യമാണേ. ഓക്കെ. അപ്പൊ കുസൃതി രീതിയിലേ ആലോചിക്കാവുള്ളൂ. പഴയ കാലത്ത് കല്യാണ പന്തലുകളിൽ വാഴ കെട്ടിവെക്കുന്നത് എന്തിനായിരുന്നു? ആലോചിച്ചിട്ടേ ബസ്സടിക്കാവുള്ളേ. പഴയ കാലത്ത് കല്യാണ പന്തലില് വാഴ ഇങ്ങനെ കെട്ടിവെക്കും. വാഴ കെട്ടിവെക്കും. അതെന്തിനായിരുന്നു? കുസൃതി ചോദ്യമാണ്. വാഴ കെട്ടി കെട്ടിവെക്കും. അതെന്തിനാണ്? ആൻസർ പറയരുത്, ബസ് അടിച്ചിട്ട് മാത്രം പറയാവുള്ളേ. ഒരു വാക്ക് ലോജിക്കാണോ കുസൃതിയാണോ? കുസൃതി 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 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ തിങ്. ശരി, ലോജിക്ക് ഉണ്ട് അതിന്. ആ എന്നുവെച്ചാ അതായത് ഇറ്റ് ഈസ് ഫോർ ദാറ്റ് എന്നുള്ളൊരു പരിപാടി. ആ ഭയങ്കര സദ്യക്ക് വിളമ്പണ ഇലക്ക് വല്ല ഷോർട്ടേജ് ഒന്നും എടുക്കാനാണ്. അല്ലളിയാ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാ. കൊല തൂക്കിയിടുന്ന എന്തിനാ? അത് കെട്ടില്ല തറ വീഴും. കെട്ടില്ല തറ വീഴും. അതാണ് എനിക്ക് തോന്നല്ലേ ചെയ്യണമെന്നൊക്കെ. ഓക്കെ, നമ്പർ 13. ഒരു മിനിറ്റ്. ആ സ്വാഗില് തിരിച്ചു പോയിട്ടെ, ആ സ്വാഗില് അളിയൻ തിരിച്ചു പോയിട്ടെ. ഏതാ നമ്പർ? 13. എന്റെ അടുത്തിരിക്കുന്ന ബോക്സ് എടുക്കും. അത് മിക്കവാറും -100 ആയിരിക്കും. എന്താ അളിയ? 5000. ഞാൻ പറയാം. രണ്ട് പൂജ്യം ചേർത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് സെറ്റ് ചെയ്ത ആൾക്കാരോട് ഇതെങ്ങനെ 2 പൂജ്യമൊക്കെ വെക്കാവോ? അതല്ല, ഇവര് മുട്ട ബിസിനസ് തുടങ്ങാൻ പോവാൻ തോന്നുന്നു. ഹലോ, ഇതിനകത്ത് എത്ര മുട്ട ഉണ്ടെന്ന് അറിയാം? ഓക്കെ, ഇത് ഒരു കുസൃതി ചോദ്യമല്ല. ഓക്കെ, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മലയാളി നടി. അനുപമ പരമേശ്വരൻ. തെറ്റി. തെറ്റി. 10 സെക്കൻഡേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോകും. 1, മലയാളത്തിലുള്ള മലയാളത്തിലുള്ള നടി തമിഴിൽ അഭിനയിച്ചിട്ടുണ്ടോ? 4, 5, 6, 7, 8, 9. അടി. ഞാൻ ക്ലൂ തരാം. ആരാ? ഇനി നിങ്ങൾക്ക് ഞാൻ ക്ലൂ തരാം. ക്ലൂ തരാം. ജെട്ടി മേനക. അത് മാത്രമേ തരാൻ പറ്റുള്ളൂ. ജെട്ടി മേനക. മേനക. അത്ര എനിക്ക് തരാൻ പറ്റുള്ളൂ. അതെന്തൊരു ക്ലൂ ആണോ നിങ്ങൾ കൊടുത്തത്? മേനക ജെട്ടി മേനക അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര മോശമായി. ഏത് വേണം? ആലോചിച്ച് പറഞ്ഞു കേട്ടോ പ്ലീസ്. എല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരമാണ്. 13 അല്ല, ഇത്രയും നമുക്ക് 1000 കിട്ടും. ഈ പോയിന്റ് എല്ലാം കൂടെ 5 സെക്കൻഡ് അങ്ങോട്ട് പോവേ. കേട്ടോ, അതാണ് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്തവരുടെ തിരിച്ചുവരവ്. അതാണ്. ഇതുപോലെ നല്ല ക്ലൂകൾ ഞാൻ തരാം. ശംഭു തരുന്ന പോലത്തെ ക്ലൂ ഞാൻ തരില്ല. ചോദ്യം അടുത്താണ്. ഇന്ന് ഈ കളി ജയിച്ചിട്ടേ പോകുന്നുള്ളൂ. റൊണാൾഡോയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ. സ്പോർട്സ് ആണോ? കുസൃതി. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ചൂടെടുക്കാത്തത് എന്തുകൊണ്ട്? ആ, കുറെ ഫാൻസ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല, മെസ്സിക്കാണ് കൂടുതൽ ഫാൻസ്. അതിനൊരു പക്ഷെ എന്റെ ടീം ആയതുകൊണ്ട് ആരാ? മെസ്സിയുടെ ഫാനാണോ? യെസ്, മെസ്സിയുടെ ഫാനാണ്. റൊണാൾഡോന് ഒരു ചോദ്യം വന്നിട്ട് തെറ്റിച്ച് കഴിഞ്ഞാൽ മോശമാണ്. എന്തായാലും അവര് പറഞ്ഞു ഇനിയിപ്പോ ഫാനാതിരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് എന്നാ കിട്ടാനല്ലേ? ഏതാ അളിയ 12 ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അല്ല, നിങ്ങളൊന്ന് എടുക്കണേ 12. പുള്ളി കുറെ നേരമായി പറയുന്നത്. ഓക്കെ, അടുത്ത
നെക്സ്റ്റ് ചോദ്യം ക്വസ്റ്റ്യൻ ചോദ്യമാണേ. യെസ് ചിലപ്പോ ഈ ഉത്തരം കേട്ടാൽ നിങ്ങൾ ശംഭുവിനെ അടിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. അല്ല, അത്ര വൃത്തിയുടെ ഉത്തരവാണെന്നാണ് ഉദ്ദേശിച്ചത്. വേണമെങ്കിൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ശംഭുവിനിട്ട് 2 എണ്ണം കൊടുത്തോളൂ എന്നാണ് ഉദ്ദേശിച്ചത്. ഒരു ബെഡിൽ 2 പേര് കിടന്നുറങ്ങുമായിരുന്നു. അതിൽ ഒരാളെ മാത്രം ഭയങ്കരമായിട്ട് കൊതുകടിക്കുന്നു, മറ്റേ ആളെ കൊതുകടിക്കുന്നില്ല. എന്തുകൊണ്ട്? ഭയങ്കര കുസൃതി. വെറും ചിച്ച് 2 പേരും. അയാൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അത് തന്നെ. കണ്ടോ 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 അപ്പുറത്തെ പിള്ളേർ പറഞ്ഞത് കണ്ടോ? നമ്മുടെ ടീം ഇപ്പഴാ എന്റെ ലെവലിലേക്ക് നിങ്ങൾ വന്നേന്ന് മനസ്സിലായോ? ആക്ച്വലി ഐ ഡോണ്ട് മൈൻഡ്. ഞാൻ പറയില്ല, എന്റെ പിള്ളേർ നിങ്ങളല്ലേ. നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കാതെ ആദ്യം ആ ടീം എടുത്ത ആളാണ്. മനസ്സിലായല്ലോ അപ്പൊ ഒരു കാര്യം ചെയ്യാം, 3 പേർക്ക് 3 ടാസ്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ആദ്യം ഇതിന്റെ എടുക്കാം. ഇതിന്റെ ബോക്സ് എടുക്കണ്ടേ? ഞാൻ 12 പ്രാവശ്യം പറഞ്ഞ. എനിക്ക് തോന്നുന്നു തിരിഞ്ഞു നോക്കി കാണുമായിരിക്കും. എന്തുകൊണ്ട്? ഗുഡ് ഗുഡ് ഗുഡ്. ഇനി അടുത്ത ചോദ്യം. സൺലൈറ്റ് ഇല്ലേ, വെയില്. ഈ വെയിൽ അടിക്കാതെ തന്നെ ടാൻ കിട്ടിയത് എങ്ങനെ? ഫോർമുല പറയൂ. അളിയാ എടാ ഒരു 1000 ഒപ്പിക്കളിയാ. ഞാൻ പറയാം 6 മിണ്ടൽ ഒരു 1000 കിട്ടിയാൽ ഞങ്ങൾ കൊണ്ടുപോകും. നമുക്ക് 1900 ഇല്ലേ? ജീവിതം എന്തിന് തന്നതെനിക്ക് 100 കൊണ്ടോട്ടെ. വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് ആണല്ലോ. ബോയ്സിന് മാത്രമല്ല ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യന്മാർക്ക്, അതായത് നമ്മളുടെ ഒരു ഏജ് കാറ്റഗറിക്ക് ഏറ്റവും അധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്? ഫാമിലിയിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിന്റെ അടുത്തു നിന്നൊക്കെ നമ്മള് സപ്പോർട്ടില്ലായ്മ. സപ്പോർട്ട്, അതായത് നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന്റെ പുറകെ പോകുമ്പം വീട്ടുകാരും എല്ലാവരും ഒരു ഇത് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കില്ല. നമ്മൾ അവരിൽ നിന്ന് മാറി വേറെ നമ്മുടെ ഇഷ്ടത്തിലെ ട്രാക്ക് എടുത്തപ്പം ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നമ്മൾ ആ ട്രാക്കിൽ പോയി സക്സസ് ആകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. അത് അവരെയും പ്രശ്നമൊന്നും അല്ല, അവരും ഹാപ്പിയാണ്. പക്ഷെ ആ സമയങ്ങളിലൊക്കെ കുറെ പണ്ട് മറ്റേ എന്ന് പറഞ്ഞ ഇപ്പൊ വാ ഇപ്പം ദുബായിൽ നിന്ന് മെസ്സഞ്ചർ, അവിടെ ദുബായ് മെസ്സഞ്ചർ അല്ലേ ഉള്ളൂ. അവിടെ നിന്ന് എനിക്ക് മെസ്സേജ് വരും, പറയും ഒന്നെങ്കിൽ കല്യാണം വിളിക്കാനായിരിക്കും. പണ്ട് അങ്ങനെ വിളികളൊന്നുമല്ല. ഇപ്പൊ മറ്റേ വരും, അളിയാ നീ വരണം ഉറപ്പായിട്ടും നീ വരണം. കൂട്ടുകാരും അങ്ങനെ വിളിക്കാറുണ്ട്. അങ്ങനെ അത് വരും. ആ കാർഡ് വരുമ്പോൾ നമുക്കറിയാം ഇതാണെന്ന്. അല്ല, നമ്മളോട് ഇഷ്ടം ഉണ്ടായിട്ടല്ലേ? അല്ല, അത് ഇഷ്ടം കാണും. പക്ഷെ ആ ഇഷ്ടത്തിനുള്ള കാരണം നമ്മൾ ഇതായതുകൊണ്ടായിരിക്കും. ലൈക്ക് യു ആർ എ സെലിബ്രിറ്റി ആൻഡ് അതായത് നമ്മളൊരു ഇഷ്ടം കാണും. പക്ഷെ ഇപ്പൊ കാണിക്കുന്ന ഇഷ്ടത്തിനകത്ത് കുറച്ച് ഇതുകൂടെ ഉണ്ട്. ആ ഒരു ഇതെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും അല്ലേ? ഐ ക്യാൻ റിലേറ്റ്. തീർച്ചയായും ഇതൊരു കുസൃതി ചോദ്യമല്ല. ഓക്കെ ജി കെ, പക്ഷേ ഈസി. കേരളത്തിൽ നിയമപരമായിട്ട് മദ്യപിക്കാനുള്ള പ്രായപരിധി 23. യെസ്, റൈറ്റ്. അല്ല ഒരു മിനിറ്റ്, ഒരു കോമഡി പറയട്ടെ. പറയട്ടെ, ഇത് പറഞ്ഞ സെക്കൻഡില് മദ്യപിക്കുന്നത് പറഞ്ഞ ഉടനെ അളിയൻ വരുവാ. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ ആളിയൻ പറഞ്ഞത് കേരളത്തിൽ 23. മദ്യത്തിന്റെ കാര്യം നമുക്ക് തന്നെ തോപ്പിക്കാൻ പറ്റും. 500. എടാ പോടാ. അല്ല കിട്ടും. ഒരുപാട് ഇല്ലേ ക്വസ്റ്റ്യൻ? എന്തിന് അവര് തരണ്ട, അവരാകുമ്പോ ഓക്കെ, ഞാൻ തരണ്ട ടാസ്ക്. നമ്മള് ഫോൺ എ ഫ്രണ്ട് എന്നുള്ള ലൈഫ് ലൈൻ യൂസ് ചെയ്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ 3 പേരിൽ ഒരാള് വേണമെങ്കിൽ സിനിമയിൽ തന്നെ ഉള്ള ആരെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെലിബ്രിറ്റി ഫ്രണ്ടിനെ വിളിച്ചിട്ട് വാഴ കാണാൻ പറയാം. വാഴ സിനിമയിലുള്ള ആളാണെങ്കിൽ വാഴയെ കുറിച്ച് കാണാനായിട്ട് ഓഡിയൻസിനോട് പറയും. അങ്ങനെ സെലിബ്രിറ്റീസുകൾ ആരും ഇല്ല. ഞങ്ങള് പാവം. ചോമൻ
എന്നാ ജോമനോട് പറ വരണം പറ. നീ എന്നെ വിളി. അനുരാജ അനുവിനെ വിളി. ഹാഷിറിനെ വിളിക്കാം വേണമെങ്കിൽ. അവരോട് ആദ്യമേ പറഞ്ഞു. വിളി വിളി നീ വിളി 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 എന്താ ഞാൻ വിളിച്ചപ്പോ ആദ്യം വേറെ എന്തെങ്കിലും വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ വിളിക്കും. ആദ്യം നീ കട്ട് ചെയ്ത് കളയും. ആദ്യം നീ ചെവി വെച്ചിട്ട് കാര്യം പറഞ്ഞതിന് ശേഷം സ്പീക്കറിലാക്കിയ ഹലോ ഹലോ ഹാഷിരെ മോനെ. യു ആർ എ ബ്രില്യന്റ് മോനെ. മോനെ വിളിച്ചത് എന്തിനാന്ന് വെച്ചാ 15-ാം തീയതി വാഴ കാണാൻ വരണമെന്ന് നിന്നെ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അല്ല ഹാഷിറിനെ കൊണ്ട് ഓഡിയൻസിനെ ഇൻവൈറ്റ്. നീ ഓഡിയൻസിനെ ഇൻവൈറ്റ് ചെയ്യാൻ 15-ാം തീയതി. ആഷിർ പറഞ്ഞു ആഷിറിന്റെ ഫാൻസിന് വേണ്ടിട്ട്. ഓക്കെ അപ്പൊ മോനെ എടാ താങ്ക്സ്. ഓക്കെ ഞാൻ വിളിക്കാം. ഹാഷിറിനെ കണ്ടപ്പോ നിങ്ങൾ എല്ലാരും കൂടെ പോയിട്ട് എന്തൊക്കെയാടാ നടക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു? ഓ എല്ലാരും അത് തന്നെയായിരിക്കും ചോദിക്കുന്നത്. പിന്നെ of course. അത് അവന്റെ ട്രേഡ് മാർക്ക്. കുറെ സാധനങ്ങളുണ്ട് ഈ ലോകത്ത്. രണ്ടേ രണ്ട് ആൾക്കാരുള്ളൂ. ഒന്ന് ഞാനും ഒന്ന് നീ. ആഷിറിന്റെ സാധനങ്ങളെല്ലാം ഭയങ്കര ഇടുവല്ലേ. ഇതിന് നമുക്ക് പോയിന്റ് ഉണ്ടോ? അതില് ടാസ്ക് കിട്ടിയില്ലേ നിങ്ങക്ക്? അല്ല തോറ്റാണല്ലോ ടാസ്ക് എന്നത്. അല്ല ഒരു പോയിന്റ് കൊടുക്കാം. ആ അതെ. ചുമ്മാ പറഞ്ഞു. ഞാൻ പറയാം എടാ ചെറുക്കൻ ശംഭോ ആഗ്രഹം. ഒരു ദയയില്ലാതായിരുന്നു നിങ്ങൾക്കൊന്നും കിട്ടാതിരുന്നു. വേണ്ട, ഞങ്ങളുടെ ടീമിലൊന്നും കിട്ടാതിരുന്നപ്പോ ശംഭു ഇങ്ങനെയല്ലായിരുന്നു. സിയാടൊക്കെ ദേഷ്യം കിട്ടില്ലേ? പറ്റി പോലും ഇല്ലാതായിരുന്നു. ഇത് കുസൃതി ചോദ്യമാണേ. ഓക്കെ പക്ഷെ ചിന്തിച്ച് പറയാം. അങ്ങനത്തെ ഒരു ആൻസറാണ്. ഒരു വാക്ക്, ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സാധനം എന്തെങ്കിലും ആയിക്കോട്ടെ, വട്ട് എവർ ഇറ്റ് ഈസ്. പി വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, പക്ഷെ അതിൽ മില്യൺസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. പി ഫോൺ എ ഫ്രണ്ട്. ഓക്കെ, അത് ടാസ്ക് അല്ലേ? അനുവിനെ വിളിക്കാം. പടത്തിന്റെ ഡയറക്ടറെ തന്നെ വിളിക്കാം. ആ ഓക്കെ നമ്മളെ പടത്തിന്റെ ഡയറക്ടറെ വിളിക്കാം. ഓക്കെ ഡൺ. അവനത് കിട്ടും. ഹൈ ലെവൽ ഫോൺ ഫ്രണ്ട് മാത്രമേ ഞങ്ങൾ ഇവിടെ എടുക്കുള്ളൂ അല്ലേ? ചോദ്യം ഒന്നുകൂടെ. ആ, പി വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി. സ്ഥലമാകാം, എന്ത് വേണമെങ്കിലും ആകാം, പക്ഷേ പി വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, മില്യൺസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. നമ്മൾ മറ്റേ പ്രൊമോഷൻ നിങ്ങൾ ആലോചിച്ച് ബസറടിയിലിരിക്കുന്നത് ഫ്രണ്ട് വിളിച്ചതാ. അളിയ ഒരു സഹായം വേണം. ഒരു ഹെൽപ്പ്, ഒരു വേണം ഇങ്ങോട്ട് പോരെ. ഇത് ഇംഗ്ലീഷ് വേർഡ് ആണോ? ഒരു പിന്നെ ഇപ്പൊ പറയൂ, അപർണ പറയൂ. പി വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, അതൊരു സ്ഥലമാകാം, എന്ത് വേണമെങ്കിലും ആകാം. പി വെച്ച് തുടങ്ങും, ഈ വെച്ച് അവസാനിക്കും, അതിലൊരു ബില്യൺസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. പിന്റെ ഈന്റെ ഇടയിൽ ബില്യൺസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടെന്ന് അവര് പറഞ്ഞു. ടൈം ഉണ്ടായി 20 സെക്കൻഡ്സ് ഉള്ളൂ. 1 അതിന്റെ ഇടയിൽ ബില്യൺസ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്. 4 ഡയറക്ടറിന് അവസരം കൊടുക്കൂ, ഡയറക്ടറിന് അവസരം കൊടുക്കൂ. സ്ഥലമാകാം, എന്തുമാകാം. എനിക്കറിയാം. 10 11 അവൻ എന്ത് 12 റെസ്റ്റ് എടുത്തു. ആൻസർ തെറ്റ്. ഇനി നിങ്ങൾ പിന്നെ പേഴ്സിനകത്ത് മില്യൺസ് ഓഫ് ലെറ്റേഴ്സ് അല്ലേ? പേഴ്സിനകത്ത് ഇത്രയും ലെറ്റർ അല്ലേ? ഇനി നിങ്ങൾ ആൻസർ പറയരുത്. ഇനി ആൻസർ പറയരുത്. ഇനി നിങ്ങൾ ബില്യൺസ് ഓഫ് ലെറ്റേഴ്സ്, ബില്യൺസ് ആവാം, അതായത് മില്യൺസ് ആവാം, ഒരുപാട് ലെറ്റേഴ്സ്, ഒരുപാടുണ്ട്. ഒരുപാട് ലെറ്ററുകളാകാം ഈ ഒരു സ്ഥലത്ത്. സ്ഥലം ഇതൊരു സ്ഥലം പേരാണ്. സ്ഥലം 10 seconds ഉള്ളേ. 1 ഇനി ഒരു അവർക്കാണോ ചാൻസ്? 3 4 അതിനകത്ത് കുറെ ലെറ്റേഴ്സ്. 5 ആ സ്ഥലം. 6 7 എൽ 8 9 10 പോയി. ഇനി നിങ്ങളുടെ 10 1 കേരളത്തിലാണോ സ്ഥലം? എല്ലായിടത്തും ഉണ്ട്. 3 4 5 6 അല്ലല്ല, ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. 8 9 10 പെരിന്തൽമണ്ണ. സ്ഥലപ്പേരല്ല ഇത്, പക്ഷെ ഒരു ലെറ്റർ ഉള്ള ഒരു സ്ഥലമാണ്. ലെറ്റർ ഒരുപാട് കിടക്കുന്ന സ്ഥലം എവിടെയാണ്? ഒരുപാട് ലെറ്റേഴ്സ് പോസ്റ്റ് ശരി ശരി. അതല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു കുസൃതി ചോദ്യം എന്ന് പറയാൻ പറ്റുന്നത്. നല്ല അതെന്തായാലും ശംഭു എഴുതിയതല്ല. ഞാൻ കൊണ്ടുവന്നോ. നൈസ്
വിഷമിക്കരുത്, ആരും വിഷമിക്കരുത്. പക്ഷെ നിങ്ങൾ 6 പേരും നല്ല കട്ടക്ക് നിന്ന് ഭയങ്കര ടീം സ്പിരിറ്റിൽ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇതായിട്ടുണ്ട്. എന്തായാലും എന്താ നിങ്ങളൊരു വാഴകളല്ലെന്ന് വാഴകളാണ്. നിങ്ങളൊരു വാഴകളാണ്. ഒരുപാട് ഗുണങ്ങളുള്ള വാഴകളാണ്. ഓഗസ്റ്റ് 15-ാം തീയതിയാണ് തിയേറ്ററിൽ വാഴ റിലീസാകാൻ പോകുന്നത്. ഓഗസ്റ്റ് 15 അടിപൊളി ദിവസമാണ്. അപ്പൊ അന്ന് നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ കാണാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അപ്പം അടിച്ച് പൊളിക്കുക. ആൻഡ് ഇന്നത്തെ വിന്നർ തീർച്ചയായിട്ടും ഡ്രാഗൺ ബോയ്സ്. ഡ്രാഗൺ ബോയ്സ് വൻ വിജയം താങ്ക് യു ഗൈസ്. അപ്പൊ എന്റെ വാഴക്കുട്ടികൾ, ചുണക്കുട്ടികൾ, ഡ്രാഗൺ ബോയ്സ് ഫസ്റ്റ് പ്രൈസ്. യെസ്, ഇനി ഞങ്ങളുടെ കൊള്ള സംഗീതം കുട്ടന്മാരെ വിളിക്കുകയാണ്. അല്ല, ഇവിടെ നിന്നു